ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മോളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ 6 മണിക്കായിരുന്നു, വൈകുന്നേരമായിരുന്നു കേട്ടോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അത് കൂടാനൊക്കെ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 10:30 ആയിട്ട് വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി രാവിലെ എണീറ്റ് പള്ളിയിൽ പോകാനുള്ള തിരക്കിലുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇൻട്രോ വീഡിയോ ഒന്നും ആദ്യം എടുക്കാനൊന്നും പറ്റിയില്ല. കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ വേഗം ഇതുണ്ടാക്കി വേഗം ഭക്ഷണം കഴിച്ച് വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോവാം എന്നുള്ള ഐഡിയയിലായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേയിലത്തെ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ പള്ളിയിൽ പോയി കുർബാന കാണുക, അത് കഴിഞ്ഞിട്ട് കരിക്ക് കുടിക്കുക, അത് കഴിഞ്ഞിട്ട് എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ പോവുക, പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുക, പിന്നെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പോവുക എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നടക്കുമെന്നറിയില്ല. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആദ്യം നമ്മൾ പള്ളിയിലൊക്കെ പോയി പള്ളിയിലത്തെ കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നേരെ കരിക്ക് കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കരിക്ക് കുടിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ജോണു. അപ്പോൾ അവനും ഓരോ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കരിക്ക് കുടിക്കുന്നതിൻ്റെ ഇടയിൽ ജോണുവിൻ്റെ കരിക്കും കൂടിയും വന്നു കേട്ടോ. അപ്പോൾ ഞാനിത് എവിടെ വെക്കണ്ടേ എന്നുള്ളൊരു ഇതിൽ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും കരിക്കൊക്കെ കുടിച്ചു, ജോണും കുടിച്ചു, ആൽജസും കുടിച്ചു. അങ്ങനെ എല്ലാവരുടെയും കരിക്ക് കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ചെല്ലാറ് എപ്പോഴും മിഠായിയുടെ സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ മിഠായികളുടെയും വിലയും കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു മിഠായി നോക്കി അതിൽ നിന്ന് സെലക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു സിൽക്കൊക്കെ വാങ്ങിച്ചു. അങ്ങനെ എനിക്ക് എല്ലാ സിൽക്കുകളും ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ജോൺ അതിലും വലുതെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഇപ്പോൾ എടുക്കലൊക്കെ കുറച്ചു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ജോണും ഞാനൊരു ചോക്ലേറ്റ് എടുത്തപ്പോൾ അപ്പോഴേക്കും അവൻ വേറെ ചോക്ലേറ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾ ചോക്ലേറ്റുകളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് നെസ്റ്റോ ഹൈപ്പറിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നെസ്റ്റോ ഹൈപ്പറിൽ എത്തി കഴിഞ്ഞപ്പോൾ അവിടെ നോക്കിയപ്പോൾ കുറേ ഓഫറുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ആദ്യം നെസ്റ്റോയിൽ വന്നാൽ മതിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം അവിടെ മിക്ക സാധനങ്ങൾക്കും എല്ലാത്തിനും നല്ല നല്ല ഓഫറുകൾ, ഐസ്ക്രീമിനാണെങ്കിലും ചോക്ലേറ്റിനാണെങ്കിലും ഇറച്ചിക്കാണെങ്കിലും സോസേജിനാണെങ്കിലും എല്ലാത്തിനും നല്ല നല്ല ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഒന്നും എടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓഫറും പിന്നെ പ്രൈസ് കുറവൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഐസ്ക്രീം എടുത്തു, പിന്നെ കുറച്ച് സോസേജ് എടുത്തു, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു, പിന്നെ ഡ്രീം കേക്കിൻ്റെ സെക്ഷനിൽ പോയി. അപ്പം നോക്കിയപ്പോൾ 500 രൂപയുടെ ഡ്രീം കേക്ക് 249 റുപ്പീസിന്. അപ്പോൾ അത് കണ്ടപ്പോൾ അത് എടുക്കാൻ തോന്നി. അതുപോലെ തന്നെ കേക്ക് 199 റുപ്പീസിന് കേക്ക്, സ്ട്രോബെറി കേക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ അതെടുക്കാൻ നോക്കി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എല്ലാം എടുത്തൊന്നുമില്ല, ചിലതുകൾ മാത്രം ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറച്ചിയുടെ സെക്ഷനിലേക്കൊക്കെ പോയിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ ഇറച്ചി ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. കോഴി, അതുപോലെ തന്നെ ആട്, അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളതൊന്നും തന്നെ വാങ്ങിയില്ല. ഞങ്ങളതെല്ലാം കണ്ടു, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു, അങ്ങനെ ഞങ്ങൾ പോന്നു. ഇനി അടുത്ത തവണ സൺഡേ ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം എന്നൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തു കേട്ടോ. ഒരു തവണ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനലിൽ. പക്ഷേ ഞാൻ മുകളിലുള്ള സെക്ഷനിലേക്കൊന്നും പോയില്ല. എൻ്റെ മുകളിൽ പാത്രങ്ങളും അതുപോലെ തന്നെ ഗ്ലാസ്സുകൾ, അങ്ങനത്തെ ഒക്കെ ഇലക്ട്രോണിക്സ്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ടെന്ന് തോന്നണം കേട്ടോ. പക്ഷെ ഞാൻ ആ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചുമ്മാ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ഒന്ന് കറങ്ങി പോന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാങ്ങയുടെ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ മാങ്ങകൾ അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാങ്ങയൊന്നും വാങ്ങിച്ചില്ല. ഞങ്ങൾ അതൊക്കെ കണ്ട്, അതുപോലെ തന്നെ ആപ്പിള് നല്ല 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 ആപ്പിളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി, അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അവിടെ ഒരു സൈക്കിൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ജോണും അത് വലിയ സൈക്കിളാണ് കേട്ടോ. എന്നാലും ജോണും അതിൽ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിൽ കയറി ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഒന്ന് സോസേജ്, ഐസ്ക്രീം, പിന്നെ കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള സബോള, തക്കാളി, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആയിരിക്കും വാങ്ങിയിട്ടാണ്. അപ്പോൾ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്ന സമയത്ത് ഇങ്ങനെ വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമൊക്കെ കിട്ടിയിട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ 2 മണിയൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കണേ. അപ്പോൾ എലൈറ്റിൽ നിന്ന് കുബൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു.
അങ്ങനെ കുബൂസും ചില്ലി ചിക്കനൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഉച്ചയ്ക്കലത്തെ എൻ്റെ ലഞ്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. അത് കഴിഞ്ഞ് ഒരു 4:30ഒക്കെ ആയപ്പോൾ എണീറ്റിട്ട് ചായ ഉണ്ടാക്കി ജോണുവിനുള്ള പാല് വെച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.